നാവികസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾ അല്പസമയത്തിനകം തന്നെ ശംഖുമുഖത്ത് ആരംഭിക്കും. രാഷ്ട്രപതി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ശംഖുമുഖത്തേക്ക് പ്രധാന വേദിയിലേക്ക് രാഷ്ട്രപതി എത്തും. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. അല്പസമയത്തിനകം തന്നെ ഗാർഡ് ഓഫ് ഓണർ നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ ശംഖുമുഖത്തെ പ്രധാന വേദിയിലേക്ക് എത്തും. ഇപ്പോൾ അഭ്യാസ പ്രകടനങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമായിരിക്കുകയാണ്. യുദ്ധ കപ്പലുകൾ ഏതാണ്ട് 19 വമ്പൻ യുദ്ധ കപ്പലുകളാണ് ഈ അഭ്യാസ പ്രകടനത്തിൽ ഇന്ന് അണിനിരക്കുന്നത്. ഒരു അന്തർവാഹിനിയുണ്ട്. 4 ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ അണിനിരക്കും. യുദ്ധത്തിനും നിരീക്ഷണത്തിനും ഉള്ള ഈ 32 വിമാനങ്ങൾ ഇതിൽ അണിനിരക്കും. അങ്ങനെ ഒരുപാട് രാജ്യത്തിൻ്റെ അഭിമാനമായ നാവികസേനയുടെ അഭിമാനമായിട്ടുള്ള ഈ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ആ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. വിപുലമായ ഒരുക്കങ്ങളാണ് നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്നത്. ഇന്ന് വാഹന നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. രാഷ്ട്രപതി കൂടി പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരം നഗരത്തിൽ നടന്നു വരികയാണ്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർണ്ണമാണ്. 2 തവണ ഇതിൻ്റെ ട്രയൽ റൺ നടന്നതാണ്. അതിൻ്റെ ഏറ്റവും മിഴിവേകിയ അഭ്യാസ പ്രകടന കാഴ്ചകൾക്കായി അണിനിരന്നിരിക്കുകയാണ് എല്ലാവരും. ഏതാണ്ട് 40,000-ഓളം ആളുകൾക്ക് ഇത് വീക്ഷിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമായിരിക്കുന്നത്. പലയിടങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് ആളുകൾക്ക്, കാണികൾക്ക് ഇത് കാണാനുള്ള, സാധാരണക്കാർക്ക് ഇത് കാണാനും ആസ്വദിക്കാനും ആശ്ചര്യം കൊള്ളാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പലയിടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ ഈ ചടങ്ങുകളും നടക്കുന്നത്. അതിനുവേണ്ടി ഈ സ്റ്റീൽ കുപ്പി ഉൾപ്പെടെ കൊണ്ടുവരണം, സ്റ്റീൽ കുപ്പി മാത്രമേ കൊണ്ടുവരാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഈ കാണികളായി എത്തുന്നവർക്ക് നൽകിയിട്ടുണ്ട്. പാസ് ഉപയോഗിച്ച് ഈ ആളുകളെ നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. നമുക്കറിയാം ഈ നാവികസേനാ ദിനം അത് ഡിസംബർ 4 ഏറ്റവും അഭിമാനകരമായ നാവികസേനയുടെ നേട്ടത്തിൻ്റെ ദിവസമാണ് ഈ ഡിസംബർ 4. 1971 ഡിസംബർ 4 രാത്രി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യൻ നാവികസേന നടത്തിയ ഏറ്റവും ധീരമായ സാഹസികമായ ആക്രമണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന രീതിയിലാണ് എല്ലാ വർഷവും ഡിസംബർ 4 നാവികസേനാ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് അത്തരം ഒരു നാവികസേനാ ദിനം ആഘോഷിച്ചു വരുന്നത് നമ്മൾ. ഇത്തവണ രാഷ്ട്രപതിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത് ഡിസംബർ 3 മാറ്റിയിരിക്കുന്നത്. എന്തായാലും നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ, ആ വിവരങ്ങൾ എത്തിക്കാൻ ന്യൂസ് 18 സർവ്വസജ്ജമാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കും. ഞങ്ങളുടെ പ്രതിനിധി വി അരുൺ അവിടെ നിന്ന് നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. അരുൺ, എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. 2 തവണ ട്രയൽ റൺ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുന്നു. രാഷ്ട്രപതി വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു. എപ്പോഴൊക്കെ രാഷ്ട്രപതി ശംഖുമുഖത്തേക്ക് എത്തും? എപ്പോൾ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കും? രാഷ്ട്രപതിയെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിഷ്ണുവും ചേർന്ന രാഷ്ട്രപതിയെ സ്വീകരിച്ചു. നാവികസേന രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും. ഇവിടെ ശംഖുമുഖം തീരത്ത് INS കൊൽക്കത്ത ഗൺ സല്യൂട്ട് നൽകിയും രാഷ്ട്രപതിയെ സ്വീകരിക്കും. അവിടെ രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ സമയത്ത് തന്നെ ഇവിടെ INS കൊൽക്കത്തയിൽ നിന്ന് ഗൺ സല്യൂട്ടും രാഷ്ട്രപതിക്ക് നൽകും. സമയത്തിനകം ശേഷം രാഷ്ട്രപതി ഇവിടെ എത്തിച്ചേരും. എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. 5 മണിയോടുകൂടി അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ വിപുലമായ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന കലാവിരുന്ന് ഇവിടെ ഒരുക്കിയിരുന്നു. ഏതായാലും രാഷ്ട്രപതി എത്തുന്നതോടുകൂടി ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും ഗരിമയും ഒക്കെ വെളിവാക്കുന്ന തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളാകും ഇവിടെ നടക്കാൻ പോവുക. ഇന്ത്യൻ നാവികസേനയുടെ ശക്തി യുദ്ധങ്ങളായ പടക്കപ്പലുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളുമെല്ലാം ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങ് ആരംഭിക്കുന്നു. ഗാർഡ് ഓഫ് ഓണർ നൽകി രാഷ്ട്രപതിയെ നാവികസേന സ്വീകരിക്കുകയാണ്. തിരുവനന്തപുരം ആദ്യമായാണ് നാവികസേനാ ദിനത്തിന്റെ ഭാഗമായുള്ള ഈ അഭ്യാസ പ്രകടനത്തിന് വേദിയാകുന്നത്. ശംഖുമുഖത്തിന് തീരം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു സേന
ചെയ്തത് കൃത്രിമതീരം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു സേന. ഇതിപ്പോൾ രാഷ്ട്രപതി ഗാർഡ് സ്വീകരിക്കുന്നതിനായി എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. അവിടെ രാഷ്ട്രപതിക്ക് സ്വീകരണം ലഭിക്കുമ്പോൾ തന്നെ സമാന്തരമായി ഇവിടെ INS കൊൽക്കത്തയിൽ നിന്ന് ഗൺ സല്യൂട്ടും രാഷ്ട്രപതിയെ സർവ്വസൈന്യാധിപയെ രാജ്യത്തിന്റെ എല്ലാ സേനകളുടെയും സർവ്വസൈന്യാധിപ രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണറും ഗൺ സല്യൂട്ടും നൽകി സ്വീകരിക്കും. അല്പസമയത്തിനകം അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ നാവികസേന രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ് രേണുക. രാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുന്നു. അവിടെ അല്പസമയത്തിനകം തന്നെ ശംഖുമുഖത്തേക്ക് പ്രധാന വേദിയിലേക്ക് രാഷ്ട്രപതി എത്തും. അല്പസമയത്തിനകം തന്നെ അഭ്യാസ പ്രകടനങ്ങളും ആരംഭിക്കും. നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കായി എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. നമുക്ക് അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് തിരിച്ചെത്താം.